നമസ്കാരം. കോട്ടയം സ്വദേശിനിയായ അഡ്വക്കേറ്റ് ജിസ്മോളുടെ കേസ്. ഈ സംഭവം നടന്നിട്ട് ഇത്ര ദിവസമായിട്ടും ഇതുവരെ പ്രത്യേകിച്ച് വലിയ പുരോഗതിയൊന്നും തന്നെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പഴയപടി പയ്യെ പോക്ക് നയം സ്വീകരിച്ചേക്കുകയാണ്. വലിയ രീതിയിലുള്ള അന്വേഷണം ഒന്നും തന്നെ ആ ഒരു കേസിൽ നടക്കുന്നില്ല. ഭർത്താവായിട്ടുള്ള ജിമ്മിയെ അറസ്റ്റ് ചെയ്തു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ജിമ്മിയെയും അധിക ദിവസം അറസ്റ്റ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. കാരണം അയാൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകളില്ല. തെളിവുകൾ കണ്ടെത്താൻ പോലീസുകാർ തയ്യാറാകുന്നില്ല. ഈ ഒരു കേസിൽ കുറേ ദുരൂഹതകളുണ്ട്. അന്ന് രാത്രി ജിസ്മോൾക്കും കുട്ടികൾക്കും എന്താണ് സംഭവിച്ചത്, അവർ പോകുന്ന വഴിയിലുള്ള CCTV ദൃശ്യങ്ങൾ അതൊന്നും കിട്ടിയിട്ടില്ല. ആ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ആര് നശിപ്പിച്ചു? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥര് ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ജിമ്മിയെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ജിമ്മിക്ക് നല്ല രീതിയിലുള്ള ബാക്ക് സപ്പോർട്ട് ഉണ്ട്. ജിമ്മിക്ക് കുറേ പാർട്ടിക്കാരുടെ ബാക്ക് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജിമ്മിയെ പരിഗണിച്ചാണ് ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അന്വേഷണം ഒരു വഴിയിലും എത്താതായതോട് കൂടിയിട്ട് ജിസ്മോളുടെ നാട്ടുകാർ വലിയൊരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. ഒരുപാട് നേതാക്കളോടും ഒരുപാട് പോലീസുകാരോടും ഒക്കെ തന്നെ അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങളാണ് ആ നാട്ടിൽ നടക്കുന്നത്. ജിസ്മോളുടെ ഭർത്താവിൻ്റെ ഫാമിലിക്കൊക്കെ എതിരെ ഒരുപാട് പ്രതിഷേധം നടക്കുന്നുണ്ട്. അവിടെയുള്ള വാർഡ് മെമ്പറും അങ്ങനെ എല്ലാ ആൾക്കാരും ജിസ്മോൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആക്ഷൻ കൗൺസിലുള്ള മെമ്പേഴ്സ് കുറേ സ്ത്രീകളാണ്, കൂടുതലും സ്ത്രീകളാണ്. അപ്പോൾ ഈ സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്ന് ചാണ്ടി ഉമ്മൻ, അദ്ദേഹം ആ നാട്ടിൽ എന്തോ ഒരു ഉദ്ഘാടനത്തിന് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. ആ സമയത്ത് ഒരു MLA ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പ്രതികരണത്തിൻ്റെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. വാർഡിലെ മെമ്പറാണ് നമുക്ക് എന്റെ വാർഡിലാണ് ഇപ്പൊ അഡ്വക്കേറ്റ് ജിസ്മോൾ കുടുംബക്കളും മരിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ ഇവിടെ നിങ്ങൾ അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. ഗവൺമെന്റ് ആണ് ഉത്തരവാദി. ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ജനകീയ കൂട്ടായ്മ കൂടിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ അവരുടെ സിറ്റുവേഷൻ എന്താ? ഇന്ന് ജിമ്മി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ജിസ്മോൾ എന്ന് പറഞ്ഞ ആള് പഴയ കാലത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. മുത്തോലി പഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഈ ജനകീയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസ്സുകാർ വളരെ സജീവമായിട്ട് കാണുന്നില്ല. അല്ല, കോടതിയിലല്ലേ കേസ്? കോടതിയിലല്ലേ കേസ്? കോടതി തീരുമാനിക്കട്ടെ. കണ്ടോ, ഓടി ഓടി പോവാണ്. അവർ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. നല്ല രീതിയിലൊരു പ്രതികരണം പോലും അയാൾ നടത്തുന്നില്ല. അയാളുടെ വോട്ടേഴ്സാണ് അടുത്ത് വന്ന് നിൽക്കുന്നത്. ആ സംസാരിക്കുന്ന പച്ച ചുരിദാറിട്ട ആ ഒരു സ്ത്രീ, പുള്ളിക്കാരി ഒരു വാർഡ് മെമ്പറാണ്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെ കേൾക്കാനെങ്കിലും തയ്യാറാകണം. ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരോട് ഇവർക്കൊക്കെ വെറും പുച്ഛം മാത്രമാണ്. അവർ പറയുന്നത് പോലും കേൾക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ബാക്കിയോടെ നമുക്ക് കാണാം. കോടതിയിലല്ലേ കേസ്? കോടതി തീരുമാനിക്കട്ടെ. സർക്കാരും അറസ്റ്റ് ചെയ്തല്ലോ. പോലീസ് അറസ്റ്റ് ചെയ്തു. അത് മുഖ്യമന്ത്രിയോട് ചോദിക്കുക. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ. മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ. ആദ്യം മുഖ്യമന്ത്രി അല്ലേ പ്രതികരിക്കട്ടെ? എനിക്കറിയാറുണ്ടോ? കോടതിയിലാണ്. കേസ് കോടതി പറയട്ടെ. അവർ കോടതി പറയട്ടെ. എനിക്ക് പറയാൻ പറ്റും. കോടതിയിലാണ്. പോലീസ് കണ്ടുപിടിക്കട്ടെ. കുറ്റം ചെയ്തിട്ടുണ്ട്. ഞാനും പ്രതികരിച്ചല്ലോ. നിങ്ങൾ ചോദിച്ചോ പ്രതികരിച്ചല്ലോ. നിങ്ങൾ എന്റെ അടുത്ത് ഇതുവരെ ഒരാളും വന്നിട്ടില്ല. പ്രതികരിച്ചു. ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകണം. കോടതി നിൽക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി ആദ്യം രക്ഷാധികാരിയാക്കാൻ. കഷ്ടം, മുഖ്യമന്ത്രിയോട് പോയി പറയാൻ. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മഹാനായിട്ടുള്ള നേതാവിന്റെ മകനാണ് ഇദ്ദേഹം എന്ന് ആലോചിക്കുമ്പോഴാണ് കൂടുതൽ പുച്ഛം തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് പറയാനാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാർഡ് തോറും ഇലക്ഷൻ ഒന്നും വെക്കേണ്ട കാര്യമില്ല. MLA-മാരെ എലക്ട് ചെയ്യേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി മാത്രം മതിയല്ലോ നമുക്ക്. ഒരു നാടിന് മുഖ്യമന്ത്രി മാത്രം മതി എന്നുണ്ടെങ്കിൽ വാർഡ് മെമ്പർമാരെ എലക്ട് ചെയ്യേണ്ട, പഞ്ചായത്ത് മെമ്പർമാരെ എലക്ട് ചെയ്യേണ്ട, MLA-മാരെ എലക്ട് ചെയ്യേണ്ട, MP-മാര് വേണ്ട, നമുക്ക് ആരും വേണ്ട. മുഖ്യമന്ത്രി മാത്രം മതി. ഈ MLA-മാരെയൊക്കെ എലക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഓരോ വാർഡിൽ നിന്നും MLA-മാരെ സെലക്ട് ചെയ്യുന്നത് എന്തിനാണ്? അവരോട് നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങൾ പറയാനാണ്. മുഖ്യമന്ത്രിക്ക് എല്ലായിടത്തേക്കും ഓടിയെത്താനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മുടെ ഏരിയയിലുള്ള നേതാക്കന്മാരോടാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവരാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. വോട്ട് ചെയ്ത് ജയിപ്പിച്ച വോട്ടർമാരാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയത്. അവരത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല, ജിസ്മോള് ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിക്കാരിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ജിസ്മോൾ ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ ആയിരുന്നു.
അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ചെന്ന സമയത്ത് സ്ത്രീകളാണ് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ചെല്ലുന്നത്. അറ്റ്ലീസ്റ്റ് കേൾക്കാൻ തയ്യാറാകുക. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർ പറയുന്നതൊന്ന് ജസ്റ്റ് കേൾക്കുക. കേട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് പ്രതികരണം നടത്തുക. അല്ലാതെ മുഖ്യമന്ത്രിയോട് പോയി പറയാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അങ്ങ് പോയി പറഞ്ഞാൽ മതിയല്ലോ. ശരിയായിരിക്കാം, കോടതിയിലുള്ള കേസാണ്. കോടതിയിലുള്ള കേസിൽ വലിയ രീതിയിലുള്ള അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ മാന്യമായിട്ട് ബിഹേവ് ചെയ്യാമല്ലോ. ഇങ്ങനെ ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ തിരക്കുണ്ട് എന്ന് പറയുക. പറഞ്ഞിട്ട് അവരോട് പറയുക എല്ലാ കാര്യങ്ങളിലും ഞാൻ നോക്കിക്കോളാം, അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാൻ, അങ്ങനൊക്കെ പറയാം. ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ് എന്നുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയില്ല. ഇപ്പൊ ജിസ്മോളെ പോലെയുള്ള സ്ത്രീകളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടുവാണ്. എത്ര കേസുകളായി. ഷൈനിയുടെ കേസ്, ജിസ്മോളുടെ കേസ്. ഈ ജിസ്മോളുടെ കേസ് നടന്ന സമയത്ത് താര എന്ന് പറയുന്ന വേറൊരു സ്ത്രീയുടെ ഇതേ സിമിലർ പാറ്റേൺ ഫോളോ ചെയ്ത് ഒരുപാട് കേസുകളാണ് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നത്. അപ്പം അത്തരം കേസുകൾ ഇനി റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാ നേതാക്കന്മാരും പോലീസുകാരും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഈ നേതാക്കന്മാരൊക്കെയാണ് പറയുന്നത് ഒരു നിമിഷം എൻ്റെ അടുത്തേക്ക് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ സഹായം ചെയ്തേനെന്ന്. ചെല്ലുമ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ സഹായം. ഇതാണ് നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഈ നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണം ഇങ്ങനെയാണ്. ഇങ്ങനെ മാന്യതയില്ലാതെ അല്ല വോട്ടർമാരുടെ അടുത്ത് പ്രതികരിക്കേണ്ടത്. അതേസമയം ഇവരൊക്കെ വോട്ട് ചോദിക്കാനാണ് വരുന്നതെങ്കിലും എന്തൊരു ഭവ്യതയാണ്. തലയങ്ങ് ഭൂമിയോളം അങ്ങ് താഴും. ഭൂമി ചെന്ന് ഇടിക്കും. ചില സമയത്ത് നമുക്ക് തോന്നും ഭൂമി ചെന്ന് ഇടിക്കുമെന്ന്. അതേപോലെയാണ് ഭവ്യത കാണിക്കുന്നത്. അതേസമയം വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ, വോട്ടർമാരെയും കൊണ്ടുള്ള കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വോട്ടർമാരോട് പുച്ഛം. ഒരു ബഹുമാനവും ഇല്ല വോട്ടർമാരോട്. അറ്റ്ലീസ്റ്റ് അവരൊരു വാർഡ് മെമ്പറാണ്. അവർ പറയുന്നതെങ്കിലും ഒന്ന് കേക്ക്. നമ്മളെ കൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കോടതിയുടെ കൈവശമുള്ളൊരു കേസിൽ, കോടതിയിൽ നടക്കുന്ന ഒരു കേസിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ MLA-മാർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരോടൊരു ആശ്വാസവാക്കെങ്കിലും പറയാമല്ലോ. നിങ്ങൾ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും, ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുക, ഞാൻ എല്ലാവിധ സപ്പോർട്ടും തരുന്നു. പറഞ്ഞില്ലല്ലോ. ഉടനെ മുഖ്യമന്ത്രിയോട് പറയാൻ. മുഖ്യമന്ത്രി വേറെ പാർട്ടിക്കാരനാണ് എങ്കിലും അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് തിരുവനന്തപുരത്തോട്ട് പോയിട്ട് മുഖ്യമന്ത്രിയോട് ഡയറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. ആ വോട്ടർമാര് ഇദ്ദേഹം സഹായിക്കും, ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു പ്രതികരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവര് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ പ്രതീക്ഷ അവരുടെ മുഖത്തുണ്ട്. അപ്പൊ അദ്ദേഹം അവരെ പുച്ഛിച്ചു തള്ളി. ജിസ്മോളെ പോലെയുള്ള സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതി കിട്ടണം. അവർക്ക് എന്താണ് സംഭവിച്ചത്? കല്യാണം കഴിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഇത്തരം സ്ത്രീകൾ ഇങ്ങനത്തെ കടുങ്കൈ കാണിക്കുന്നത്? ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇതിപ്പോ എത്രാമത്തെ സംഭവമാണ്? ഓരോ സ്ത്രീകൾക്കും അതിന്റെ ഉത്തരം ആവശ്യമാണ്. എന്നാൽ അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കേണ്ട ആൾക്കാർ പോലും പ്രതികരിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും നിസ്സഹായരായിട്ട് പോവുകയാണ്. എപ്പോഴും മുഖ്യമന്ത്രി പ്രതികരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നേതാക്കന്മാർ എന്തിനാ നേതാവായിട്ട് ചമഞ്ഞിരിക്കുന്നത്? മുഖ്യമന്ത്രി മാത്രം പ്രതികരിച്ചാൽ മതിയല്ലോ. ആ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പ്രതികരിക്കട്ടെ. മുഖ്യമന്ത്രി മാത്രം പ്രതികരിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്നും നമ്മളെ എലക്ട് ചെയ്ത് ടോപ്പിൽ കൊണ്ടിരുത്തേണ്ട ഒരു ആവശ്യമില്ല. മുഖ്യമന്ത്രി മാത്രം മതിയല്ലോ നമുക്ക്.